അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ നമുക്ക് ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ വലുതാക്കി എടുക്കാമെന്നൊക്കെ ഉള്ള നല്ലൊരു വീഡിയോ ആണ്. ആദ്യമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയിച്ചിറക്കണവർക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ്. ഇതുപോലെയാണെങ്കിൽ ഒരെണ്ണം പോലും നഷ്ടപ്പെടില്ല. ഞാൻ ഇതുപോലെയൊക്കെയാണ് ചെയ്ത് പോരല്. എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഒക്കെ വലുതായി കിട്ടലുമുണ്ട്. ഒരെണ്ണം പോലും നഷ്ടപ്പെടലും ഇല്ല. അങ്ങനെ തൂങ്ങി പിടിച്ച് നിന്നിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ടോ ഒന്നും അങ്ങനെ ചത്തുപോകലൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളൊക്കെ വലുതാക്കി എടുക്കുകയും ചെയ്യാം. എപ്പോഴും മരുന്ന് കൊടുക്കേണ്ട ഒരാവശ്യമൊന്നും വരില്ല. ഈ കോഴിക്കൊക്കെ ഒരു 13 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ 13 കുഞ്ഞുങ്ങളാണ് നമ്മൾ ആദ്യം കാണിച്ച കുഞ്ഞുങ്ങളൊക്കെ. അത് 28 കുഞ്ഞുങ്ങളുണ്ടായി. ഒരു കോഴിയുടെ 13 എണ്ണം, ഒന്നിൻ്റെ 15 എണ്ണം, ആ രീതിയിൽ 28 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മൾ മുന്നേ കാണിച്ച ആ കുഞ്ഞുങ്ങളൊക്കെ. അവരൊക്കെ ഇതുപോലെ വലുതായി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനുണ്ടായതാണ് 13 കുഞ്ഞുങ്ങൾ അതിലുള്ളത്. അപ്പോൾ ഇത് ആദ്യം ഒരെണ്ണം ആദ്യം തന്നെ വിരിഞ്ഞ് വന്നു. പിന്നീടാണ് ബാക്കിയുള്ളതൊക്കെ വിരിഞ്ഞ് കിട്ടിയത്. ഇതിന് വെച്ച് കൊടുത്ത എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. ഒക്കെ നല്ല നല്ല കുഞ്ഞുങ്ങളും പല കളറിലുള്ള കുഞ്ഞുങ്ങളുമാണ്. കാരണം പല കോഴികളുടെ ഒരുമിച്ച് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പല സൈസിലുള്ള കുഞ്ഞുങ്ങളുമാണ്. ഇതിലിപ്പോൾ വെള്ളമുണ്ട്, അതുപോലെ ചാരക്കളറുണ്ട്, കാപ്പിരിക്കോഴികളുണ്ട്, അതുപോലെ കുറുകാലിക്കോഴി കുഞ്ഞുങ്ങളുണ്ട്. എല്ലാതും കൂടി ഉൾപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ. ഇതാദ്യം ഒരെണ്ണം കൊണ്ട് ഉണ്ടായി. പിന്നീട് ബാക്കി പിറ്റേ ദിവസം എല്ലാതും ഒരെണ്ണം വിരിച്ചിട്ടുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാതും വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് ഒഴിവാക്കി മാറ്റി കൊടുക്കുക. മുട്ടയുടെ തോട് നമ്മൾ ഒരു ദിവസം വിരിയൽ തുടങ്ങിയാൽ തന്നെ പിന്നെ ആ തോട് അതിൽ കാണുന്നതൊക്കെ എടുത്ത് ഒഴിവാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ പിന്നീട് അവർക്ക് കോഴിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കിടക്കാനും ചൂട് കിട്ടാനൊക്കെ പണിയാവും. അപ്പോൾ വിരിഞ്ഞ തോടൊക്കെ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒഴിവാക്കി കൊടുക്കണം. പിന്നീട് വിരിയാനുള്ള മുട്ട ഉണ്ടെങ്കിൽ ഒന്ന് കുലുക്കി നോക്കിയാൽ കുലുങ്ങുന്നുണ്ടെങ്കിൽ അത് കേടായിട്ടുള്ള മുട്ടയാവും. അതല്ലാത്ത കുലുങ്ങാതെ നല്ല കനത്തിലിരിക്കണ മുട്ടയാണെങ്കിൽ അതിൽ കുഞ്ഞുണ്ടാവും ചെയ്യും. അപ്പോൾ അത് നമ്മൾ പിന്നെയും അവിടെ തന്നെ വെച്ച് കൊടുക്കുക. അതല്ല ഒരെണ്ണമൊക്കെ ബാക്കിയുള്ളെങ്കിൽ അത് വേറെ കോഴി വിരിയാൻ കിടക്കണുണ്ടെങ്കിൽ അതിന് വെച്ച് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഇതിന് തന്നെ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു വിരിഞ്ഞ അന്ന് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയൊന്നും മാറ്റരുത്. ഒരു ദിവസം കൂടി നമ്മുടെ കൂടെ തന്നെ അങ്ങനെ ആ കൊട്ടയിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിറ്റേ ദിവസം വേണം നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തോട്ട് മാറ്റാനും അതിൽ മുട്ടയൊക്കെ എടുത്ത് ഒഴിവാക്കാൻ, കേടൊന്നൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. പിന്നെയും വിരിയാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ച് കൊടുത്ത് കുഞ്ഞുങ്ങളൊക്കെ തീറ്റ കൊടുത്തിട്ട് തിരിച്ച് അതിലോട്ട് തന്നെ വെച്ച് കൊടുത്താലും മതി. ചിലപ്പോൾ നമ്മൾ വിരിയാതെയൊക്കെ വരുന്നത് ചിലപ്പം ഈ മുട്ട നമ്മൾ കോഴി ഒന്ന് കിടന്നിട്ട് പിന്നീട് നമ്മളെടുത്ത് അങ്ങനെ വെച്ച് കൊടുക്കണമൊക്കെ ഉണ്ടാകും ചൂടായത്. അതുകൊണ്ട് ചിലത് ആദ്യം വിരിയും, ചിലത് അവസാനം വിരിയും. ആ രീതിയിലൊക്കെയാണ് 1-2 ദിവസമൊക്കെ നമുക്ക് കോഴിമുട്ടയൊക്കെ വിരിയാനൊക്കെ താമസം വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവലുണ്ട്. കാരണം പിന്നെ നമ്മൾ വിരിയില്ല എന്നൊക്കെ കരുതിയിട്ട് പിന്നെ ഒരു ദിവസം കൂടെ വെച്ച് കൊടുത്താൽ പിന്നെ അത് വിരിഞ്ഞ് കിട്ടലും ഉണ്ട്. കാരണം വിരിയാനുള്ള മുട്ടയാണെങ്കിൽ അത് വിരിഞ്ഞ് കിട്ടും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് കൂടൊക്കെ അവരെ കയറ്റാനുള്ള കൂടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. അതിൽ ആദ്യമുള്ള കച്ചറൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് കുറച്ച് കുമ്മായൊക്കെ ഇട്ട് കൊടുത്ത് വൃത്തിയാക്കി എടുക്കുക. നമ്മൾ പോക്കാനൊക്കെ പറ്റണ പുകയൊക്കെ ഇടാൻ പറ്റിയ സൈസിലുള്ള കൂടാണെങ്കിൽ ആ രീതിയിൽ പോച്ചതിൻ്റെ ശേഷം അങ്ങനെ കയറ്റി കൊടുത്താലും മതി. അതല്ലാത്ത ചെറിയ കൂട് വരെ വേറെ ചെറിയ കൂട്ടിലോട്ട് മാറ്റുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ വലിയ കൂട്ടിൽ വലിയ കോഴികളെ കൂട്ടത്തിൽ എപ്പോഴും നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെയും തള്ളാരെയും അങ്ങനെ നിർത്തരുത്. അപ്പോൾ അധികം കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖം വരുന്നത് തന്നെ അതുകൊണ്ടാണ്. നമ്മൾ വലിയ കോഴികളെ കൂട്ടത്തിലൊക്കെ അവരെ കൂടെ തന്നെ ഇവരെ നിർത്തരുത്. ഇവരെ നമ്മൾ വേറെ ചെറിയ കൂട്ടിലോട്ടൊക്കെ മാറ്റിയിട്ട് അതിനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ശേഷം അവിടോട്ട് മാറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ മറ്റേ കോഴികളെ ഭാഗത്ത് തന്നെ ചെറിയ കുഞ്ഞുങ്ങളെയും കൂടി വെക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് വേഗം പെട്ടെന്ന് അസുഖം വരാനൊക്കെ വഴിയുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ കൂട് നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം. വെള്ളവും അതേമാതിരി അവർക്ക് കൊടുക്കണ ഭക്ഷണത്തിൻ്റെ പാത്രമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിൻ്റെ ശേഷം തന്നെ എപ്പോഴും അവർക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ ഒരാഴ്ച വരെയൊക്കെ നമ്മൾ സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് അതിലോട്ട് നമുക്ക് അരിയൊക്കെ പൊടിച്ചിട്ട് രണ്ടാമത്തെ ആഴ്ചയൊക്കെ ആ രീതിയിൽ കൊടുക്കുക. പിന്നീട് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ അതിൽ ഗോതമ്പും കൂടി പൊടിച്ചിട്ട് അതും കൂട്ടി അങ്ങനെ കൊടുക്കുക. 2 ആഴ്ച കഴിഞ്ഞാൽ അരിയും ഗോതമ്പും സ്റ്റാർട്ടറും ആ രീതിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും പിന്നെ രാഗിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ
രാവിലത്തെ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതും കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ദോശയുടെ പുട്ടോ അങ്ങനെയൊക്കെ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ കുറേശ്ശെ അതിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി കൂട്ടത്തിൽ അങ്ങനെ കഴിച്ച് പോവുകയും ചെയ്യും. വെറും എന്തെങ്കിലുമൊക്കെ അതിൽ കൂടെ കുറേശ്ശെ കൊടുത്ത് ശീലമാക്കണത് നല്ലത് തന്നെ. പിന്നെ നന്നായിട്ട് ഇലകൾ ചെറുതിൽ 2 ആഴ്ച കഴിഞ്ഞാൽ തന്നെ ചെറിയ തോതിൽ ഇലകളൊക്കെ അരിഞ്ഞ് അതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. മുരിങ്ങയില, ചീരയില, അതേപോലെ അസോള, അങ്ങനെ നമുക്ക് എന്താ കിട്ടണമെങ്കിൽ ആ കിട്ടണ ഇലകൾ അരിഞ്ഞങ്ങാണ്ട് അവർക്ക് ഈ കൊടുക്കണ ഭക്ഷണത്തിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ചെയ്യും, നല്ല പ്രതിരോധശേഷി ഉണ്ടാവും. പിന്നെ നമ്മൾ ഓവറായിട്ട് ഒരുപാട് ഭക്ഷണം ഇട്ട് കൊടുക്കരുത്. നമ്മൾ സ്റ്റാർട്ടറൊക്കെ കൊടുക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ പിന്നീട് ഇട്ട് കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് അധികമായിട്ട് ഭക്ഷണം ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ കോഴികൾക്ക് തൂങ്ങലും വരും, അതുപോലെ അവരെ ദഹന പ്രശ്നമൊക്കെ വരും. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് കുറേശ്ശെ കൊടുക്കുക. ഒരു 3 നേരമാക്കിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ കോഴികൾ പെട്ടെന്ന് വലുതാവും ചെയ്യും. അവർക്കങ്ങനെ അസുഖം വരില്ല. മറ്റേ നമ്മൾ അധികം ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അവരെ ബാക്കിലൊക്കെ ഇങ്ങനെ അതിൻ്റെ കാഷ്ടമൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ആയിട്ടൊക്കെ തൂങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതിൽ അധികം നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിന് എത്ര വേണം, എത്ര കുട്ടികളുണ്ട് അതിനനുസരിച്ച് കുറേശ്ശെ കൊടുക്കുക. പിന്നീട് കഴിയുമ്പോൾ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എവിടേക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ കുറേശ്ശെ ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ വരുന്ന വിധത്തിലുള്ള പാത്രങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ. ആ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പാത്രത്തിലൊക്കെ വെച്ച് കൊടുത്തിട്ട് പോവുക. നമുക്ക് എപ്പോഴും ഇട്ട് കൊടുക്കാൻ സൗകര്യമില്ലാതെ എവിടേക്കെങ്കിലുമൊക്കെ പോവുകയൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഓവറായിട്ട് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ കോഴികൾക്ക് അസുഖം വരാതിരിക്കും ചെയ്യും. ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അവർക്ക് ഈ ദഹന പ്രശ്നമൊക്കെ വരിക. അങ്ങനെ ദഹിക്കാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരെ ദഹന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി അതിൽ ഒന്ന് ചേർത്തിട്ട് ആ രീതിയിൽ ഫില്ലറിലാക്കിയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നീട് അവർക്ക് ഭക്ഷണം തന്നെ മുഴുവൻ മാറ്റി വെക്കുക, എന്നിട്ട് വെള്ളവും കൊടുക്കുക. ആ രീതിയിൽ കൊടുത്താൽ പിന്നെ ആ പ്രശ്നം മാറും. ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഓവർ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കൂലേ, അപ്പോൾ അതിനതുപോലെ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇഞ്ചി ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക, അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പിന്നെ ഫില്ലറിലാക്കിയിട്ട് ഇങ്ങനെ അവർക്ക് ഒരു 3-4 തുള്ളി ഒന്ന് ഒറ്റിച്ച് കൊടുക്കുക. അത് 2-3 പ്രാവശ്യം കൊടുത്താൽ തന്നെ അത് റെഡിയാവും ചെയ്യും. പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിനൊക്കെ കൊടുക്കണവരാണെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ 7ാമത്തെ ദിവസം തന്നെ നമുക്ക് ലെസോട്ടോ കൊടുക്കാം. 15ാമത്തെ ദിവസം IBDയും കൊടുക്കുക. പിന്നെ 21ാമത്തെ ദിവസം പിന്നെയും ലെസോട്ടോ തന്നെ കൊടുക്കുക. പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച 28ാമത്തെ ദിവസം IBD പിന്നെയും കൊടുക്കുക. ആ രീതിയിൽ കൊടുത്താൽ തന്നെ പിന്നെ നാടൻ കോഴികൾക്കൊന്നും പിന്നീട് പ്രത്യേകിച്ച് ഒരു അസുഖം വരുമൊന്നുമില്ല. പിന്നെ നമ്മൾ 2 മാസമൊക്കെ ആകുമ്പോൾ പിന്നെ വിരമരുന്നും കൊടുക്കുക. വിരമരുന്നൊക്കെ നമുക്ക് മൃഗാശുപത്രിയിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. നമ്മളവിടെ പോയി ചോദിച്ചാൽ തന്നെ നമ്മൾ എത്ര കോഴികളുണ്ട് അതിനനുസരിച്ച് നമ്മൾ ബോട്ടിൽ കൊണ്ട് പോയാൽ മതി. അപ്പോൾ അതിലോട്ട് തന്നെ എത്ര കോഴികളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് നമുക്ക് തരും ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന കണക്കിൽ കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ സൗകര്യം ഇല്ലാത്തവർക്ക് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാലും വെറ്റിനറി മരുന്ന് കിട്ടണ മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ അവിടെ നിന്നും കിട്ടും. അപ്പോൾ ആ രീതിയിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്കും പിന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ വലുതായി കിട്ടും ചെയ്യും. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതൊന്നും വാക്സിനൊന്നും കൊടുക്കാത്തവർക്ക് നമ്മൾ ആഴ്ചക്ക് പിന്നെ കഞ്ഞിക്കൂർക്കലും തുളസിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് പച്ചമഞ്ഞളും ചതച്ചിട്ട് അതൊരാഴ്ചയൊക്കെ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഓരോ ദിവസം അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ചിലവരൊന്നും ഇപ്പോൾ അങ്ങനെ വാക്സിനൊന്നും കൊടുക്കണമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ രീതിയിൽ അങ്ങനെയും കൊടുക്കാം. നാടൻ കോഴികൾക്കൊക്കെ വാക്സിനൊക്കെ കൊടുക്കണമെന്നൊക്കെ പലവരും പറയുന്നതൊക്കെ കൊടുക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമ്മൾ സെയിൽ ചെയ്യണമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടുമൊക്കെ കൊടുക്കണതാണ് നല്ലത്. പിന്നെ നമ്മൾ കോഴികളൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് പിന്നീട് ഒരു അസുഖമൊന്നും വരരുതല്ലോ. അതുകൊണ്ട് നമുക്ക് വാക്സിനൊക്കെ കൊടുത്തിട്ടാണ് ഒരാൾക്ക് സെയിൽ ചെയ്യുകയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് നല്ലത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ വിട്ട് വളർത്തുന്ന കോഴികളും ഒക്കെ ആണെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ അഴിച്ചിട്ട് വളർത്താനൊന്നും സൗകര്യം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊക്കെ വാക്സിനൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ കോഴികൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. നമ്മളൊക്കെ കോഴികളൊക്കെ അഴിച്ചിട്ട് വളർത്തുന്ന കോഴികൾ തന്നെയാണ്. എന്നാലും നമ്മളെല്ലാതും കൊടുക്കലൊക്കെ ഉണ്ട്. കാരണം നമ്മൾ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കോഴികളൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ആരും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പറയലില്ല. നമ്മൾ വാക്സിനൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഇപ്പോൾ പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് കോഴികളൊക്കെ ഇതുപോലെ പിന്നെ കുറച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ തന്നെ കോഴികളൊക്കെ ഒന്ന് പുറത്ത് വിട്ട് കൊടുക്കുക. അവർക്ക് വെയിൽ കൊള്ളാനും അതുപോലെ ചെതലൊക്കെ
പുഴുവും ചെതലൊക്കെ കഴിക്കണമെങ്കിലൊക്കെ അതുപോലെ ഒന്ന് വിട്ട് കൊടുക്കുക. അതെന്തെങ്കിലും നെറ്റിൻ്റെ കൂടൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് മാറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ നോക്കി നിന്നിട്ട് തന്നെ വിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഈ പ്രായത്തിലൊക്കെ കാക്കയും പിടിക്കും, അതുപോലെ ഒരു എർലാടി എന്നൊക്കെ പറയും, പല പേരിൽ പല സ്ഥലത്തും പറയുക. അങ്ങനത്തെ ഒരു പക്ഷിയുണ്ട്. അതിന് നമ്മൾ കാണും കൂടിയും ചെയ്യൂല, പെട്ടെന്ന് വരലും പിടിക്കലും കഴിയും. അതുപോലെ കീരി, പരുന്ത് എല്ലാവരും കൊണ്ടുപോകണ പ്രായം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി നിന്നിട്ട് വിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു കൂടൊക്കെ കോഴിനെ വളർത്തുന്ന പോലെയാണെങ്കിൽ പുറത്ത് വിടാൻ സൗകര്യത്തിലുള്ള എന്തെങ്കിലും നെറ്റിൻ്റെ കൂടൊക്കെ പകൽ ആക്കാനൊക്കെ ഉള്ള രീതിയിൽ ഉണ്ടാക്കി വെക്കുക. അങ്ങനെയുള്ള കൂടിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു, നമ്മളെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാൽ മതി. ആ രീതിയിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൂടൊക്കെ ഉണ്ട്. അതിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്ക് പകലൊക്കെ ആ രീതിയിലൊക്കെ നിർത്താം. ഇങ്ങനെ പുറത്തോട്ടൊക്കെ വിടണം ചിക്കിച്ചനക്കൊക്കെ നടക്കണൊക്കെ കോഴികളാണ്. പെട്ടെന്ന് വളരും ചെയ്യുക, അവർക്ക് നല്ലൊരു പ്രതിരോധ ശേഷി ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് അങ്ങനെ അസുഖങ്ങളൊന്നും വരില്ല. ഇവിടെ ഒന്നും ഇപ്പം അങ്ങനെ കോഴികൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വരലില്ല. കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കണേ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അധികം എങ്ങനെയൊക്കെ നഷ്ടപ്പെടൽ കീരി പിടിച്ചിട്ടും കാക്ക പിടിച്ചിട്ടും അതേപോലെ ഈ എർലാടി പിടിച്ചിട്ടും അങ്ങനെയൊക്കെയാണ്. നമ്മളൊന്ന് പുറത്ത് വിട്ടിട്ടൊന്ന് എന്തിനേലെങ്കിലും ഉള്ളിലോട്ട് പോകുമ്പോഴത്തേന് തന്നെ ഓരോന്നൊക്കെ അങ്ങനെ പിടിച്ചിട്ടൊക്കെയാണ് പോവൽ. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഇവർക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും വരലില്ല. പിന്നെ നമ്മൾ പുറത്ത് വിടുന്നതുകൊണ്ട് ആയിരിക്കാം. അപ്പോൾ നമ്മൾ കൂട്ടിൽ നിർത്തുന്ന കോഴികൾക്കാണെങ്കിലും ഈ രീതിയിൽ ചെതലും പുഴുവൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൂട്ടിലോട്ട് കൊടുത്താൽ മതി. എല്ലാവർക്കും പുറത്ത് വിടാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നന്നായിട്ട് ഇലകൾ കൊടുക്കുക. അതുപോലെ ചെതലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കുറച്ച് മുന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നനച്ച് കൊടുത്താൽ മതി. പിന്നെ ചപ്പും അതേപോലെ ഈ മടലും ചകിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഇട്ടിട്ടൊന്ന് നനച്ച് കൊടുത്താൽ ചെറുതായിട്ട്. എന്നിട്ട് പിന്നെ വല്ലാതെ വെള്ളം നനയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. പിന്നെ 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ അവിടെയൊക്കെ ചെതൽ വരും. പിന്നെ അത് നീക്കി കൊടുത്താൽ തന്നെ കോഴികൾക്കൊക്കെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ചെതലൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മളത് എടുത്തിട്ട് കൂട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് അതുപോലെ പുഴുവും തന്നെ നമ്മൾ വേസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പുഴുവൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അത് നമുക്ക് കോഴികൾക്ക് കൂട്ടിലോട്ട് തന്നെ കൊടുക്കുക. കൂട്ടിലിട്ട് വളർത്തുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പുറത്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉള്ളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ കൂട്ടിൽ തന്നെ മണ്ണും തന്നെ കൂട്ടിൽ തന്നെ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പുതിയ മണ്ണ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരേ മണ്ണ് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിൽ ചിക്കിച്ചനക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ പുതിയ മണ്ണിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇലകളും തന്നെ ഇലകളൊന്നും കിട്ടാത്തവർക്ക് അസോളൊക്കെ ഉണ്ടാക്കിയാൽ മതി. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേനൽക്കാലത്തൊക്കെ ഇലകളൊക്കെ അധികം കഴിയുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ഇലകളൊക്കെ കൊടുക്കാനുണ്ടാവും. അതുപോലെ ഇലകളൊക്കെ കോഴികളൊക്കെ വളർത്തുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടാണെങ്കിൽ ഇലകളൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ കൂട്ടിട്ട് വളർത്തുന്ന കോഴികളെ നമ്മൾ പുറത്തേക്ക് വിടുന്ന അതേ രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ പുഴുവാണ് ഇപ്പോൾ കഴിക്കുന്നത്. പുഴു നമ്മൾ കുറച്ച് ഈ പ്രായത്തിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കഴുകിയിട്ട് കൊടുക്കണം. കുറച്ച് പുഴു എടുത്തിട്ട് വേസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അതിന് മുൻപൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള പുഴുവൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതുപോലെ കൂട്ടിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുകയാണെങ്കിലും ചെതലും പുഴുവൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നൊന്നും കരുതണ്ട. ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കോഴികളൊക്കെ വളർത്തിയെടുക്കുകയും ചെയ്യാം. നല്ല ആരോഗ്യത്തോടുള്ള നല്ല കോഴികൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ കോഴികളിലൊക്കെ കാപ്പിരിക്കോഴികളുണ്ട്, അതുപോലെ കുറുകാലിക്കോഴികളുണ്ട്, പുള്ളിക്കോഴിയുണ്ട്, ചാരക്കോഴിയുണ്ട്, വെള്ളക്കോഴിയുണ്ട്. പലതരത്തിലുള്ള കോഴികളാണ്, കോഴിക്കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കൊടുക്കാനൊന്നും തോന്നാത്തതുകൊണ്ടാണ് ആരും ഇപ്പോൾ ചോദിക്കുമ്പോൾ ഒന്നും കൊടുക്കാത്തത്.